നന്മയ്ക്ക് വേണ്ടി അലയുന്ന ഒരു കാലഘട്ടം. അത് ചില കൂട്ടർ പറയുന്നത് ദൈവം തന്നാലും ശരി, പിശാച് തന്നാലും ശരി, ഞങ്ങൾക്ക് നന്മ വേണം. പക്ഷേ ഞാൻ ഇന്ന് രാത്രിയിൽ ദൈവജനത്തോടായി ഷെയർ ചെയ്യുന്നത്, നമുക്ക് യേശു നൽകുന്ന നന്മ മതി. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? പിശാച് നന്മ ചെയ്യും, പിശാച് നന്മ ചെയ്യും. അതുകൊണ്ടാണ് സാത്താൻ യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞത്, ഈ കാണുന്നതൊക്കെയും ഞാൻ നിനക്ക് നൽകാം, ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി, ആരും അറിയത്തില്ല, സീക്രട്ടായിട്ട് നടക്കുന്ന കാര്യമാണ്, നന്മ ഞാൻ തരാം. ഇന്ന് അതിനുവേണ്ടി ഒത്തിരി ജനങ്ങൾ ഇങ്ങനെ അലയുക. ആരാ നന്മ കൊടുക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പായി പറയുന്നു, പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഇടവിടാതെ ആത്മീയ കൂട്ടായ്മകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ദൈവജനത്തോടെ ഞാൻ പറയുന്നു, നേരോടെ നടക്കുവാൻ നാം തയ്യാറായാൽ നമുക്ക് വേണ്ടി ദൈവം ഒരു നന്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത നന്മ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ യേശു നന്മ ചെയ്യുന്ന ദൈവമാണ്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, യേശു നന്മ ചെയ്യുന്നവനായി ചുറ്റിത്തിരിഞ്ഞു. 10-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 10:38. യേശു നന്മ ചെയ്യുന്നവനായി ചുറ്റിത്തിരിഞ്ഞു. അപ്പോൾ നമ്മുടെ യേശു നന്മ ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിൽ അയ്യോ, ഞാൻ പ്രാർത്ഥിച്ചിട്ടും, ഞാൻ ആത്മീയ കൂട്ടായ്മകളിൽ പങ്കെടുത്തിട്ടും, ഞാൻ ഉപവസിച്ചിട്ടും ഒന്നും ഞാൻ പ്രതീക്ഷിച്ച നന്മകളൊന്നും കിട്ടിയില്ലല്ലോ എന്നോർത്ത് ആരും വിഷമിക്കണ്ട. നമ്മുടെ യേശു സമയത്ത് നമുക്ക് വേണ്ടി നന്മ ഒരുക്കിയിരിക്കും. സ്തോത്രം. ഞാൻ ഒന്നുകൂടെ കടന്നു പറയുന്നു, നമ്മുടെ ദൈവം നമുക്ക് നന്മ ചെയ്യുന്നവൻ മാത്രമല്ല, തിന്മയെ പോലും നന്മയാക്കി മാറ്റുന്നവനും കൂടെ. ഞാൻ പറയുന്ന ആശയം മനസ്സിലായോ? നന്മ മാത്രം ചെയ്യല്ല, തിന്മയായി നമുക്ക് ഭവിക്കുന്നത് പോലും നന്മയാക്കി മാറ്റുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 8:28 ഇങ്ങനെ വായിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. രാത്രിയിൽ വളരെ ബഹുമാന്യനായ സാബു ചാരിവലി പാസ്റ്റർ ഈ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാഞ്ഞപ്പോൾ ഒരു തിന്മയായി ഒരു പക്ഷേ ഭവിക്കുമെന്ന് ചിന്തിച്ചിരിക്കാം. ഞാൻ ചിന്തിക്കുന്നു, അതിനകത്ത് ദൈവത്തിന് ആ തിന്മയെ പിശാച് കൊണ്ടുവന്ന ആ തടസ്സത്തെ പോലും ഒരു നന്മയാക്കി മാറ്റുവാൻ ഈ രാത്രി ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ നമ്മുടെ ദൈവം നന്മ ചെയ്യുന്നവൻ മാത്രമല്ല, തൻ്റെ മക്കളുടെ നേരെ വരുന്ന തിന്മയുടെ അനുഭവത്തെയും നന്മയാക്കി മാറ്റുവാൻ കഴിവുള്ള ദൈവമാണ്. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ദൈവ പൈതലെ, ദൈവദാസനെ, ദൈവദാസിയെ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ തിന്മയെന്ന് ചിന്തിക്കുന്ന മേഖലകൾ പോലും, അത് ജോലിയോടുള്ള ബന്ധത്തിലാകാം, കുടുംബത്തിനകത്താകാം, ശുശ്രൂഷയിലാകാം, തിന്മയായി വന്നു ഭവിച്ചു നിൽക്കുന്നതൊക്കെ നന്മയ്ക്കായി മാറ്റുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. എതിർപ്പുകൾ എഴുന്നേറ്റത്, പ്രതികൂലങ്ങൾ എഴുന്നേറ്റത്, പ്രതിസന്ധികൾ എഴുന്നേറ്റത്, ലോകത്തിന്റെ ചില ലക്ഷണങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചത്, സ്തോത്രം, അതൊക്കെ നന്മയ്ക്ക് വേണ്ടി മാറ്റി തരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് നിരാശ വേണ്ട, തിന്മകളെ പോലും നന്മയാക്കി മാറ്റി തരുവാൻ നമ്മുടെ ദൈവം ശക്തനായി ഈ രാത്രിയിലും ജീവിക്കുന്നു. സ്തോത്രം. അപ്പോൾ നമുക്ക് നന്മ മാത്രം പോരാ, എല്ലാ നന്മയും ദൈവികമല്ല. അതുകൊണ്ട് എല്ലാ നന്മയുടെയും പിന്നാലെ നമ്മൾ ഓടരുത്. സ്തോത്രം. നമുക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ ദൈവം സന്നദ്ധനായി ഉണ്ട്. ഈ രാത്രിയിൽ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു നന്മ വേണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ശക്തനായി ഉണ്ടെന്ന് ഈ രാത്രി ആ വചനത്തിൽ കൂടെ പറയട്ടെ. 4-ാം സങ്കീർത്തനം അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം എഴുന്നേൽക്കുന്നുണ്ട്. 4-ാം സങ്കീർത്തനം അതിന്റെ 6-ാം വാക്യത്തിൽ അതിങ്ങനെയാണ്,
4-ാം സങ്കീർത്തനം 6-ാം വാക്യം, നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളോടുള്ള ചോദ്യം എന്താ? നമുക്കാരാ നന്മ കാണിക്കുന്നു? സ്തോത്രം. മറിയാമ്മ ആന്റിക്ക് ആരാ നന്മ കാണിക്കാൻ പോകുന്നത്? ഹിന്ദുസിക്ക് ആരാ നന്മ കാണിക്കാൻ പോകുന്നത്? സ്തോത്രം. നമ്മളെ കുറിച്ചൊക്കെ പലരും ചോദിക്കുന്ന ചോദ്യം, ആരാ അവർക്കൊരു നന്മ ചെയ്യാൻ പോകുന്നത്? പ്രാർത്ഥന, ഉപവാസം എന്നും പറഞ്ഞിരിക്കുക, ആരാ നന്മ ചെയ്യുന്നത്? ഞാൻ പറയാം, ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഓർത്തുകൊള്ളണം, നമുക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി നന്മയല്ലാതെ തിന്മയായതൊന്നും ചെയ്യത്തില്ല. തിന്മയായി വരുന്നത് പോലും നന്മയാക്കി മാറ്റുവാൻ ദൈവം ശക്തനാണെന്ന് ഈ രാത്രിയിൽ വചന വെളിപ്പാടിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവിൽ നിയോഗത്തോടുകൂടെ ഞാൻ ആലോചന കൈമാറട്ടെ. നമുക്ക് വേണ്ടി നന്മ ചെയ്യും. സ്തോത്രം. ഞാൻ പറയാം, ജീവിതത്തിന്റെ പല അനുഭവങ്ങളിലും ആരാണ് നന്മ ചെയ്യുന്നത്, നമുക്ക് വേണ്ടി എങ്ങനെയാണ് ഒരു നന്മ വരുന്നത് എന്നൊക്കെ ചോദിച്ച ഒരു മേഖലയുണ്ട്. നാസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നാസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? സ്തോത്രം. ഇന്ന് രാത്രിയിൽ പല മാനുഷിക കരകളെ നോക്കിയിട്ടും നന്മ ലഭിക്കാതായപ്പോൾ, സ്തോത്രം, ചുറ്റുപാടുകൾ നമ്മളെ നോക്കി പറഞ്ഞിരിക്കാം, നമുക്കാരാ നന്മ കാണിക്കുന്നത്? നിരന്തരം പ്രാർത്ഥന ചെയ്യുമ്പോൾ ചോദിച്ചിരിക്കാം, ആരാണ് നന്മ ചെയ്യാൻ പോകുന്നത്? ഇന്ന് രാത്രിയിൽ വചന വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഒരു ആത്മീയ സന്ദേശം ഞാൻ കൈമാറട്ടെ. ഭൂമിയിലെ ഒരു വ്യക്തിയുടെ കരവും നന്മയ്ക്കായി നമുക്ക് നേരെ നീട്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ നമുക്ക് വേണ്ടി ഒരു നന്മയുടെ കരമുണ്ട്. നമ്മെ നന്മയായി നടത്തുന്ന ഒരു കരമുണ്ട്. നമുക്ക് നന്മ ചെയ്യുവാൻ മാത്രം വെളിപ്പെടുന്ന ഒരു കരമുണ്ട്. തിന്മകളെ പോലും നന്മയാക്കി മാറ്റി, തിന്മയായി ഭവിച്ചതൊക്കെയും നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവിക കരമുണ്ട്. ഒരിക്കൽ ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു കടലോരത്തിൽ താമസിച്ചു കൊണ്ടിരുന്ന മുക്കുവന്മാരുടെ ആ കൂടാരത്തിൽ നിന്ന് ഒരു കൂട്ടം മുക്കുവന്മാർ രാത്രിയിൽ മീൻ പിടിക്കുവാൻ പോയി. രാത്രി ഏറെ വൈകി അവർ പോയപ്പോൾ അപ്രതീക്ഷിതമായി മഴയും കാറ്റും ഒക്കെ അടിച്ച്, മഴ ശമിച്ചെങ്കിലും കാറ്റ് ശക്തമായി അവരുടെ ആ നിയന്ത്രണങ്ങളൊക്കെ വിട്ടുമാറി. കരയേതെന്നറിയാതെ രാത്രി മുഴുവനും അലയുക. അങ്ങനെ ഇരുന്നപ്പോൾ അവർ ദൂരത്തിൽ വെളിച്ചം കണ്ടു. ആ വെളിച്ചത്തെ ലക്ഷ്യമാക്കി അവരുടെ പടകിനെ അവർ നിയന്ത്രിച്ചു. കരയിലേക്ക് ചെന്നപ്പോൾ കണ്ടത് വേറൊന്നുമല്ല, അവർ സന്ധിയിങ്കൽ വിട പറഞ്ഞു പോയ തങ്ങളുടെ കൂടാരങ്ങൾ മുഴുവനും തീ വെന്ത് നശിച്ചു. അവരുടെ ഭാര്യമാർ, കുഞ്ഞുങ്ങളൊക്കെ അലമുറയിട്ടുകൊണ്ട് ആ കടൽ തീരത്തേക്ക് ഇവരെ കണ്ടുകൊണ്ട് ഓടി വന്ന് പറഞ്ഞു, നമ്മുടെ പ്രതീക്ഷകളെല്ലാം പോയി, നമ്മുടെ കുടിലുകളെല്ലാം തീ പിടിച്ചു, നമ്മുടെ സാധനങ്ങളൊക്കെ നശിച്ചു പോയി. എന്നാൽ അത് കേട്ടിട്ട് അവർക്ക് ആർക്കും ഒരു സങ്കടം വന്നില്ല. അവർ പറഞ്ഞത്, മുക്കുവന്മാർ പറഞ്ഞത്, നിങ്ങൾ അലമുറയിട്ട് കരയണ്ട, കാരണം ഈ കുടിൽ കത്തിയ തീ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ കരയെ ലക്ഷ്യമാക്കി വന്നത്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജീവൻ കടലിനകത്ത് പോകുമായിരുന്നു. ഈ രാത്രി ഞാൻ ഈ ഒരു കഥയാണെങ്കിൽ പോലും അതിനകത്ത് ഞാൻ ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കുന്നത്, ദൈവത്തിന് നമുക്കൊരു നന്മ ചെയ്യാനുണ്ട്. ഇന്ന് രാത്രി ചില പ്രതികൂലങ്ങൾ എഴുന്നേറ്റത്, ചില പ്രശ്നങ്ങൾ എഴുന്നേറ്റത്, ചില വെല്ലുവിളികൾ എഴുന്നേറ്റത്, ചിലർ നമുക്കെതിരെ വിരോധമായി സംസാരിച്ചത്, നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വന്നത്, രോഗം വന്നത്, ഒരുപക്ഷെ ഞാൻ പറയുന്നു അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29:11 പറയുന്നത്, ഞാൻ നിങ്ങളെ കുറിച്ച് പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം എന്റെ നിരൂപണങ്ങൾ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ. ദൈവത്തിന്റെ നിരൂപണങ്ങൾ പോലും, പ്രവൃത്തി മാത്രമല്ല നന്മ, നിരൂപണം എന്ന് പറഞ്ഞ ചിന്തകൾ പോലും, വിചാരങ്ങൾ പോലും ഇന്ന് രാത്രി നമ്മെ കുറിച്ച് നന്മ മാത്രമേ ഉള്ളൂ. കർത്താവിന്റെ ദാസനെ, സഹോദരനെ, സഹോദരിയെ, ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള നിരൂപണം പോലും നന്മയാണെങ്കിൽ പ്രവൃത്തി നന്മയാകത്തില്ലേ? അതുകൊണ്ട് തിന്മയായി വന്നു ഭവിക്കുന്നതൊക്കെ, ആര് നന്മ കാണിക്കുമെന്ന് പറയുന്ന മേഖലകളൊക്കെ മാറിയിട്ട് ദൈവം നന്മയുടെ കാര്യം ചെയ്യുമെന്ന് ഈ രാത്രിയിൽ വചന വെളിച്ചത്തിൽ കൂടെ ഞാൻ ആത്മാവിൽ ദൂത് കൈമാറട്ടെ. ഇന്ന് രാത്രി തിന്മയ്ക്കെതിരെ സ്തോത്രം, നിരാശപ്പെടണ്ട, തിന്മയെ കണ്ടുകൊണ്ട് ഭാരപ്പെടണ്ട. ദൈവം നമുക്ക് വേണ്ടി ഒരു നന്മ ഒരുക്കി വെച്ചിട്ടു. സ്തോത്രം. യേശു നൽകുന്ന നന്മ, ഇന്ന് ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഒത്തിരി പേര് നന്മയ്ക്ക് വേണ്ടി ഓടുക. ശുശ്രൂഷയിലെ നന്മ, പലരും ശുശ്രൂഷയിൽ കൂടെ നന്മ കിട്ടാൻ വേണ്ടി സത്യോപദേശങ്ങളെ പോലും ത്യജിക്കുന്നവരുണ്ട്. സ്തോത്രം. 23-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്കറിയാം, അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നന്മയും കരുണയും
എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആരെയാ? അഭിഷേകത്തോടെ ദൈവകൃപയിൽ നിൽക്കുന്ന, പാനപാത്രം നിറഞ്ഞു കവിയുന്ന, ദൈവം മുമ്പാകെ സ്തോത്രം, ദൈവത്തിന്റെ നടത്തിപ്പിനനുസരിച്ച് താഴ്വരയിൽ കൂടെ നടക്കണമെങ്കിൽ അവിടെയും നടക്കുന്ന വ്യക്തി ജീവിതത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, ഓ സ്തോത്രം, നന്മ നമ്മെ തേടി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് നന്മയൊന്നും എൻ്റെ അഭിപ്രായത്തിൽ അതിനുവേണ്ടി ഒത്തിരി നമ്മൾ അലയുകയോ ഒത്തിരി ടെൻഷൻ അടിക്കുകയോ ഒന്നും വേണ്ട. ദൈവസന്നിധിയിൽ നേരോടെ നടക്കുക, നേരോടെ നടക്കുക, വിശ്വസ്തയോടെ നടക്കുക. പിന്നെ നമ്മൾ നന്മ പ്രാപിക്കണം. ദൈവത്തിന്റെ നന്മ പ്രാപിക്കണമെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ അത് സംസാരിക്കും, ദൈവത്തിന്റെ നന്മ പ്രാപിക്കണമെങ്കിൽ ഒന്ന്, നേരോടെ നടക്കണം. സ്തോത്രം. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ ദൈവത്തിന്റെ നന്മ കിട്ടത്തില്ല. നേരോടെ ദൈവം മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും നേരോടെയും വിശ്വസ്തയോടെയും നടന്നാൽ ദൈവം നമുക്ക് നന്മകൾ നൽകും. സ്തോത്രം. അതുകൊണ്ടാണ് 34-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, സ്തോത്രം, ബാലശൃംഗങ്ങൾ വിരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. സ്തോത്രം. അപ്പോൾ ഒന്ന്, എന്ത് ചെയ്യണം? നേരോടെ നടക്കണം. രണ്ട്, ദൈവത്തെ അന്വേഷിക്കണം. സ്തോത്രം. ഒത്തിരി കാര്യം അതിനെക്കുറിച്ച് വിശദീകരിക്കാനുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ദൈവത്തെ എന്ത് ചെയ്യണം? ദൈവം മുമ്പാകെ വിശ്വസ്തമായി ജീവിക്കണം, നേരോടെ ജീവിക്കണം. ദൈവത്തെ അന്വേഷിക്കണം. കഷ്ടങ്ങൾ വരുമ്പോൾ മാത്രമല്ല. ദാവീദ് പറയുന്നു, അതികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്തില് എന്റെ ആത്മാവ് നിന്നെ നോക്കി കാംക്ഷിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു അനുഭവം. പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമല്ല, സന്തോഷ നേരത്തിലും സന്താപ നേരത്തിലും ദൈവത്തിന്റെ മുഖത്തെ അന്വേഷിക്കുന്ന ഒരനുഭവം ഉണ്ടെങ്കിൽ ഒരു കാര്യം പറയാം, നന്മയ്ക്ക് മുടക്കം വരത്തില്ല, നന്മയ്ക്ക് മുടക്കം വരത്തില്ല. പിന്നെ മൂന്നാമതൊരു കാര്യം, നമ്മുടെ അകത്തൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. 27-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു, സ്തോത്രം, ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. അതെ, യഹോവയെങ്കിൽ വിശ്വസിക്കുക, പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. അപ്പോൾ മൂന്നാമത് നമ്മൾ എന്ത് ചെയ്യണം? ജീവനുള്ളവരുടെ ദേശത്ത് ദൈവം മുമ്പാകെ നടക്കണം. ഒന്ന്, നമ്മൾ നേരോടെ നടക്കണം. രണ്ട്, ദൈവത്തെ അന്വേഷിക്കണം. മൂന്ന്, പ്രത്യാശിക്കണം. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയെ പോലെ ഒരു അരിഷ്ടൻ വേറെ ഇല്ലെന്ന് അതിന്റെ അർത്ഥം. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ പാർക്കുന്ന പട്ടണത്തിൽ, ഞാൻ പാർക്കുന്ന ഗ്രാമത്തിൽ, ഞാൻ പാർക്കുന്ന ദേശത്തിൽ ഞാൻ യഹോവയുടെ നന്മ കാണും. ഒരു മനുഷ്യനിൽ കൂടെ വെളിപ്പെടുന്ന നന്മയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എന്റെ ബുദ്ധി കൊണ്ടോ എന്റെ പണം കൊണ്ടോ എന്റെ അറിവ് കൊണ്ടോ എന്റെ ശ്രേഷ്ഠത കൊണ്ടോ പ്രാപിക്കുന്ന നന്മയല്ല. ദൈവം എനിക്ക് ഒരുക്കിയിരിക്കുന്ന നന്മ ഞാൻ കാണും. ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മ ഞാൻ പ്രാപിക്കും. ദൈവത്തിന്റെ നന്മയിൽ കൂടെ ഞാൻ പ്രാപിക്കും. ഇന്ന് രാത്രി നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. യഹോവയുടെ നന്മ നമുക്ക് കാണാം. സ്തോത്രം. സമയം വളരെ മുന്നോട്ട് പോകുന്നല്ലോ. ദൈവത്തിന്റെ നന്മയുടെ പ്രത്യേകത രണ്ട് കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ദൈവം നൽകുന്ന നന്മ പ്രാപിക്കണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ ആ കാര്യങ്ങൾ പറയുന്നു. നമ്മുടെ ദൈവം നന്മ ചെയ്യുന്നവൻ മാത്രമല്ല, നമ്മുടെ ദൈവം തിന്മയെ നന്മയാക്കി കൂടെ മാറ്റും. നമ്മുടെ ദൈവം നന്മ ചെയ്യുന്ന അനുഭവത്തിൽ നമ്മൾ പ്രത്യാശയോടെ ജീവിക്കുമ്പോൾ നമുക്കെതിരെ ഏതെല്ലാം ചോദ്യങ്ങൾ, ആരാണ് നന്മ കാണിക്കുന്നത് എന്ന് ചോദ്യങ്ങൾ എഴുന്നേറ്റാലും നിരാശപ്പെടരുത്. നന്മയ്ക്ക് പിന്നാലെ ഓടരുത്. ദൈവത്തിനു വേണ്ടിയും ദൈവിക അഭിഷേകത്തിനു വേണ്ടിയും നിലകൊള്ളുക. നമ്മെ നന്മ തേടി വരും. സ്തോത്രം. ദൈവത്തിൽ നിന്നുള്ള നന്മ പ്രാപിക്കണമെങ്കിൽ ഒന്ന്, നേരോടെ നടക്കണം. രണ്ട്, ദൈവസന്നിധിയിൽ ദൈവത്തെ അന്വേഷിക്കണം. മൂന്ന്, ദേശത്തിൽ വിശ്വസിക്കണം ദൈവം എനിക്ക് നന്മ ചെയ്യുമെന്ന്. ഇനിയും ദൈവത്തിന്റെ നന്മയുടെ പ്രത്യേകത എന്താ? രണ്ട് കാര്യം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം.
65 സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഒരാൾക്കൊന്ന് ശബ്ദം ഉയർത്തി വായിക്കാം. 65-ാം സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യം. നിന്റെ പ്രാകാരങ്ങൾ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തരാകും. ഞങ്ങൾ നിന്റെ ആലയത്തിലെ നന്മയാൽ എന്ത് ചെയ്യും? തൃപ്തരാകും. അപ്പോൾ ദൈവത്തിന്റെ നന്മയുടെ ശ്രേഷ്ഠത, ദൈവാലയത്തിൽ ഒരു നന്മയുണ്ട്. സ്തോത്രം. ദൈവാലയം എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യമുള്ള ഇടം, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഇടം. ഈ രാത്രി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിന്റെ ആലയത്തിൽ കൂടെ ഒരു നന്മ നമുക്ക് വേണ്ടി വെളിപ്പെടും. ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന, ദൈവാലയം വിട്ടു പിരിയാതിരിക്കുന്ന, സ്തോത്രം, വ്യക്തി ദൈവാലയം എന്ന് പറഞ്ഞ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുന്ന അനുഭവത്തെ കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത്. പഴയ നിയമത്തിലെ ഹന്നയോടൊന്ന് ചോദിച്ചേ, ഹന്നെ, ആലയത്തിൽ വല്ല നന്മയുണ്ടോ? ഹന്ന വാതോരാതെ പറയും, എൻ്റെ മക്കളെ, എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് ആലയത്തിൽ കൂടെ ഉള്ളൂ. സ്തോത്രം. ഞാൻ എൻ്റെ വീട്ടിനകത്ത് ഒത്തിരി കുത്തുവാക്കുകൾ കേട്ടതാ, എൻ്റെ വീട്ടിനകത്ത് ഒത്തിരി നിന്ന അനുഭവിച്ചതാ. ഞാൻ എൻ്റെ വിഷയം ഷെയർ ചെയ്തിട്ട് പോലും, സ്തോത്രം, എൻ്റെ കുടുംബത്തിലുള്ളവർ പോലും എന്നെ നിന്ദിച്ചതാ. പക്ഷേ ഞാൻ എൻ്റെ ആലയത്തിൽ ചെന്നിട്ട് ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ, ദൈവത്തിന്റെ സ്തോത്രം സാന്നിധ്യം വെളിപ്പെടുന്നതിന് മുമ്പിൽ ഞാൻ മുട്ടുമടക്കി, എൻ്റെ അതരം തുറന്നില്ലെങ്കിൽ പോലും എൻ്റെ ഹൃദയത്തിന്റെ വേദന ഞാൻ ദൈവ സാന്നിധ്യത്തിന് മുമ്പാകെ ഇറക്കി വെച്ചപ്പോൾ ആ ആലയത്തിനകത്തു നിന്നും എനിക്കൊരു നന്മ വെളിപ്പെട്ടു. ആ ആലയത്തിനകത്തുനിന്നും എനിക്കൊരു നന്മ വെളിപ്പെട്ടു. എന്നെ കുറിച്ച് നന്മയെ എവിടെ നിന്നാ വരുന്നതെന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ മുമ്പിൽ എനിക്ക് ആലയത്തിൽ കൂടെ ഒരു ഉത്തരം വെളിപ്പെട്ടു. ആ സ്തോത്രം, ഏലി പുരോഹിതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകട്ടെ. പിറ്റേ വർഷം അവൾ ആ നന്മ പ്രാപിച്ചു. വീണ്ടും അവൾ ആലയത്തിൽ ചെന്നപ്പോൾ ആലയത്തിലെ പ്രാർത്ഥന കൊണ്ട് പ്രാപിച്ചെടുത്ത നന്മയാണ് അവൾ കൊണ്ടുചെന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് പകലൊരു പക്ഷേ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ആലയത്തിൽ പോയി ആരാധിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളുടെ സാഹചര്യം കൊണ്ട് ആലയത്തിൽ പോയില്ലെന്ന് വരാം. പക്ഷെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ആ പാർക്കുന്ന പട്ടണത്തിലോ ദേശത്തിലോ നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയുന്നു, നിശ്ചയമായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം ഒരു ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആലയത്തിലെ നന്മ ദീർഘവർഷങ്ങളായി തലമുറയോടുള്ള ബന്ധത്തിൽ ഒതുക്കപ്പെട്ടും നിന്ന കേട്ടും പരിഹാസം കേട്ടും അടയ്ക്കപ്പെട്ടും കിടന്ന മണ്ഡലത്തെ ആലയത്തിലെ പ്രാർത്ഥന തുറന്നു. ദൈവ സാന്നിധ്യത്തിനകത്ത് പ്രാർത്ഥന തുറന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നീ ആലയത്തിൽ പ്രാർത്ഥിച്ചത് നീ മറന്നിട്ടുണ്ടാകാം, പക്ഷെ ദൈവം മറന്നിട്ടില്ല. ഇന്ന് പകലിലും പോയി ദൈവാലയത്തിൽ നിന്ന് കണ്ണീർ പൊഴിച്ചിട്ട് വന്നില്ലേ? ആരും അറിയാതെ കണ്ണീർ തുടച്ചില്ലേ? അത് ദൈവം അറിയുന്നുണ്ട്. അതിന്റെ മറുപടി വെളിപ്പെടാതിരിക്കത്തില്ല. അതിനകത്തൊരു നന്മയുണ്ട്. ആലയത്തിലെ നന്മയാൽ തൃപ്തിയാക്കും. ഹല്ലേലൂയ. ഇനിയും പുതിയ നിയമത്തിലെ സ്തോത്രം, ഹന്നയോടൊന്ന് ചോദിച്ചു നോക്കിക്കേ. പുതിയ നിയമത്തിലെ ഹന്നയോടൊന്ന് ചോദിച്ചു നോക്കിക്കേ. ആലയം വിട്ടുപിരിയാതെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും 80 വയസ്സിന് മുകളിലുള്ള വാർദ്ധക്യം വീണ് കിടക്കുന്ന ആ മാതാവ് തന്റെ വാർദ്ധക്യ സഹജമായ രോഗങ്ങളോ ശാരീരിക ക്ലേശതകളോ നോക്കാതെ ഉപവാസവും പ്രാർത്ഥനയുമായി ദൈവ സാന്നിധ്യം വിട്ടുപിരിയാതെ ആലയത്തിൽ നിന്ന് പുതിയ നിയമത്തിലെ ഹന്നയോട് ചോദിച്ച ഹന്ന പറയും, ആലയത്തിൽ ഒരു നന്മയുണ്ട്. അത് വേറൊന്നുമല്ല, എനിക്കൊരു ഭൗതികമല്ല കിട്ടിയത്, എനിക്കൊരു ഭൗതിക അനുഗ്രഹമല്ല കിട്ടിയത്, എനിക്കൊരു ബെൻസ് കാറല്ല കിട്ടിയത്, എനിക്കൊരു BMW കാറല്ല കിട്ടിയത്, എനിക്കൊരു വലിയൊരു മാളികയല്ല കിട്ടിയത്. എനിക്ക് കിട്ടിയ നന്മ എന്തെന്നറിയാമോ? സ്വത്രം, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ആ ശൈശവ പരുവത്തിൽ മറ്റാർക്കും കാണാൻ കഴിയാത്ത ഒരു വെളിപ്പാട് ഞാൻ കണ്ടു.
ഈ രാത്രിയിൽ യാദൃച്ഛികമെങ്കിലും ഈ മീറ്റിങ്ങിനകത്ത് കയറി നിൽക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നത് കൊണ്ട് വിളിച്ചു പറയുന്നു, ദൈവ പൈതലേ, ദൈവ സാന്നിധ്യം വിട്ടുപിരിയാതെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവ പൈതലേ, മറ്റാർക്കും കിട്ടാത്ത ചില ആത്മീക അനുഗ്രഹങ്ങൾ, യേശുവിനെ കുറിച്ചുള്ള ചില വെളിപ്പാടുകൾ, ശുശ്രൂഷയെ കുറിച്ചുള്ള ചില വെളിപ്പാടുകൾ, ആത്മീയ വരങ്ങളെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ കൈമാറാൻ താല്പര്യപ്പെടുക. അതൊരു നന്മയാ, ഭൗതിക മാത്രമല്ല അനുഗ്രഹം. ഓ പേഴ്സുതറെ, പണമിരിക്കുന്നത് മാത്രമല്ല നന്മ, വലിയൊരു വീട് കിട്ടുന്നത് അല്ല നന്മ, അത് മാത്രമല്ല നന്മ. ഞാൻ പറയുന്നു, പുതിയ നിയമത്തിലെ ഹന്ന പറയും, എനിക്ക് കിട്ടിയ നന്മ യേശുവിനെ കരങ്ങളിൽ എടുത്തു, ഞാൻ യേശുവിനെ കണ്ടു, യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു. ഈ നന്മ എവിടുന്നാ കിട്ടിയേ? ലൂക്കോസിന്റെ സുവിശേഷം വ്യക്തമായി വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്. ഞാനിതൊന്നും പറയാൻ ഓർമ്മിച്ചതല്ല, അതുകൊണ്ട് റെഫറൻസ് ഒന്നും കുറിച്ചു വെച്ചില്ല. പക്ഷെ 1-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. ആലയം വിട്ടു പിരിയാതിരുന്ന 2-ാം അധ്യായം അതിന് 36-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചക ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിഞ്ഞ് 84 സംവത്സരം വിധവയും വളരെ വയസ്സു എന്നുള്ളതുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരിക്കുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പറഞ്ഞു. എല്ലാവരോടും അവനെ കുറിച്ച് പറഞ്ഞു. എല്ലാവർക്കും അവനെ കുറിച്ച് പറഞ്ഞു. ആരെ കുറിച്ച്? യേശു ക്രിസ്തുവിനെ കുറിച്ച്. പഴയ നിയമ ഭക്തന്മാർക്ക് കാണാൻ കഴിയാത്തത്, അബ്രഹാമിനോ ദാവീദിനോ സ്വതന്ത്ര ആളുടെ പ്രവാചക വരണീയന്മാർക്കോ ശ്രേഷ്ഠന്മാർക്കോ കാണുവാൻ കഴിയാത്ത ഒരു ശാസ്ത്ര നന്മ യേശു ക്രിസ്തുവിന്റെ ആ ശൈശവ പരുവം സ്വതന്ത്രം ആളുടെ ആലയത്തിൽ ചെന്നപ്പോൾ വചനം വായിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ 8-ാം നാളിൽ 8 ദിവസം തികഞ്ഞപ്പോൾ പരിച്ഛേദന കഴിക്കുവാൻ സ്തോത്രം ആലയത്തിൽ ചെന്നപ്പോൾ അവൾ യേശുവിനെ കണ്ടു. അവൾ യേശുവിനെ കണ്ടു. ആ കൊച്ചു സ്തോത്രം ആളുടെ ആ പഴയ നിയമ ഭക്തന്മാർ കാണാൻ കൊതിച്ചതിനെ 84 വർഷമായി സ്തോത്രം വയസ്സ് ചെന്നവളായവൾ ആലയം വിട്ടു പിരിയാതിരുന്നത് കൊണ്ടു ഇന്ന് രാത്രിയിൽ ഉപവസിക്കുന്ന ദൈവ പൈതലേ, ഉപവസിക്കുന്ന കർത്തൃദാസിയെ, ഉപവസിക്കുന്ന ദൈവമക്കളെ, ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. മറ്റാർക്കും കാണാത്തൊരു നന്മ ആലയത്തിലുണ്ട്. അത് ഭൗതികമല്ല, അത് സ്വത്ര ഭൂമിയിലുള്ളതല്ല, അത് സ്വർഗീയമാണ്, അത് ആത്മീയമാണ്, അത് കൃപയാണ്, അത് കൃപാപരമാണ്. എന്തിനാണ് കാണുമെന്നറിയാമോ? ഇസ്രയേലിന്റെ രക്ഷയെക്കുറിച്ച് കാത്തിരിക്കുന്നവരോട് ഇത് പറയാൻ വേണ്ടിയാ. ചിലരോട് കൈമാറാനുള്ള സന്ദേശം ദൈവം നിനക്ക് ഈ ഉപവാസത്തിൽ നൽകിയ, ചില കുടുംബത്തോട് കൈമാറാനുള്ള ദൂത് നൽകിയ, ചില വ്യക്തികളോട് കൈമാറാനുള്ള ദൂത് നൽകിയ ആത്മാവിന്റെ രാത്രി വ്യക്തികളോട് ഇടപെടുന്നു. ആത്മാവിരാത്രി ജനത്തോട് സംസാരിക്കുന്നു. ഈ ഉപവാസത്തിൽ നിങ്ങളുടെ മേലൊരു അഭിഷേകം പകരുന്നുണ്ട്, നിങ്ങളുടെ മേലൊരു കൃപ പകരുന്നുണ്ട്. മറ്റുള്ളവരോട് പറയുവാൻ, മറ്റുള്ളവരോട് ദൂത് പറയുവാൻ. ആ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പറഞ്ഞു. എല്ലാവരോടും അവനെ കുറിച്ച് പറയുന്നു. ചിലരോട് കൈമാറാനുള്ള ഒരു ദൂത് നന്മയായി ദൈവം നിന്റെ കൈ നൽകാൻ പോകുക. ചിലരോട് പ്രവചിക്കാനുള്ള പ്രവചനത്തിന്റെ നന്മ ദൈവം കൈമാറാൻ പോകുക. ചിലരോട് പറയുവാനുള്ള വചന വെളിപ്പാടിന്റെ നന്മ ദൈവം കൈമാറാൻ പോകുക. ആലയത്തിൽ നന്മയുണ്ടോ? ഉണ്ട് ദൈവമക്കളെ, ആലയത്തിലേ നന്മയുള്ളൂ. ആലയത്തിലാണ് നന്മയുടെ ഉറവിടം. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ഹന്നയും പുതിയ നിയമത്തിലെ ഹന്നയും ഒരുപോലെ വിളിച്ചു പറയും, ആലയത്തിൽ നന്മയുണ്ട്, ദൈവ സാന്നിധ്യത്തിൽ നന്മയുണ്ട്, ആരാധനയിൽ നന്മയുണ്ട്, സ്തുതിക്കകത്ത് നന്മയുണ്ട്, പ്രാർത്ഥനയ്ക്കകത്ത് നന്മയുണ്ട്, ഉപവാസത്തിനകത്ത് നന്മയുണ്ട്. ഒരുപക്ഷെ ആരും അതിനെ മൈൻഡ് ചെയ്തില്ലെങ്കിലും അംഗീകരിക്കുന്ന, കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്തോത്രം. 18 വർഷമായി കൂനിയായിരുന്ന സ്ത്രീയോട് ചോദിച്ചേ, അവൾ പറയും, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ആലയത്തിൽ നിന്നാ. സ്തോത്രം. എല്ലാവരും രോഗമാണെന്ന് പറഞ്ഞ് എന്നെ ഒതുക്കിയതാ. പക്ഷെ എന്റെ പേരുള്ള സാത്താന്യ ബന്ധനം അഴിഞ്ഞത് ആലയത്തിൽ നന്മ വെളിപ്പെട്ടപ്പോഴാ. അതെന്റെ ജീവിതത്തിൽ ഒരു നന്മയാ. ഇത് രാത്രി രോഗസൗഖ്യം ഒരു നന്മയാകട്ടോ. സ്തോത്രം. പേഴ്സ് നിറയെ പണം കിട്ടുന്നത് മാത്രമല്ല നന്മ. സ്തോത്രം. ബാങ്ക് ബാലൻസ് കൂടുന്നത് മാത്രമല്ല നന്മ. അതിനുവേണ്ടി മാത്രം ഓടരുതേ, അതൊക്കെ ഒരു നാൾ പോകും. പക്ഷെ ഞാൻ പറയുന്നു, ദൈവം ആലയത്തിൽ നിന്ന് വരുന്ന ഒരു നന്മയുണ്ട്. അത് രോഗസൗഖ്യമാകാം, ഭൂതബാധയിൽ നിന്നുള്ള വിടുതലാകാം,
പൈശാചികന്റെ പോരുകളിൽ നിന്നുള്ള രക്ഷയാകാം ഈ രാത്രി ആ വീടുകളിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. അങ്ങനെ ഒരു നന്മ ഈ രാത്രി എനിക്ക് വേണം. ഒരു വിടുതലിന്റെ നന്മ, ഒരു അനുഗ്രഹത്തിന് നന്മ, ഒരു അഭിഷേകത്തിന് നന്മ. ഹന്നയുടെ മേൽ വെളിപ്പെട്ടതുപോലെ, പഴയ നിയമത്തിലെ ഹന്ന കണ്ടതുപോലെ, പുതിയ നിയമത്തിലെ ഹന്ന കണ്ടതുപോലെ, സ്വതന്ത്രമാ കനാൻ 18 വർഷമായി കൂനിയായിരുന്ന സ്ത്രീ ആലയത്തിലെ നന്മ കണ്ടതുപോലെ ഇന്ന് രാത്രി ആലയത്തിലെ ദൈവം നൽകുന്ന നന്മയുടെ ഒരു പ്രത്യേകതയാണ് ആലയത്തിൽ കൂടെയുള്ള വെളിപ്പെടുന്ന നന്മ. രണ്ടാമതൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ച് ഞാൻ സമയത്തിനുള്ളിൽ ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം. 34-ാം സങ്കീർത്തനം 10-ാം വാക്യം നമ്മൾ വായിച്ചതാണല്ലോ. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവം കൊടുക്കുന്ന നന്മയുടെ രണ്ടാമത്തെ പ്രത്യേകത കുറവില്ലാത്ത നന്മയാണ്. അതിനകത്ത് കുറവുണ്ടാകത്തില്ല. ദൈവമാ തരുന്നെങ്കിൽ അതിനകത്ത് കുറയത്തില്ല. സ്തോത്രം. കുറവില്ലാത്ത നന്മ. പഴയ നിയമത്തിലെ പ്രവാചക ശിഷ്യന്റെ ഭാര്യയോട് ചോദിച്ചു നോക്ക്, 10 പാത്രത്തിൽ പകർന്നപ്പോ കുറഞ്ഞു പോയില്ല, ഉള്ള പാത്രം മുഴുവനും നിറച്ച നന്മ കൊടുത്തു. സ്തോത്രം. യേശു ക്രിസ്തു കൊടുത്ത കാനാവിലെ കല്യാണ വീട്ടിൽ പകർന്ന വീഞ്ഞിന്റെ 10 പന്തി വിളമ്പിയപ്പോൾ 2 ടേബിളിൽ കൊടുത്തപ്പോൾ തീർന്നു പോയില്ല. അവിടെ ഇരുന്ന സകല ജനങ്ങൾക്കും ദൈവം അത് കൊടുത്തു. ദൈവം കൊടുക്കുന്ന നന്മ കുറവില്ലാത്ത നന്മയാണ്. സ്തോത്രം. നമ്മളൊക്കെയാ അറ്റം പറ്റിച്ചും അഡ്ജസ്റ്റ് ചെയ്തും ഒക്കെ കൊടുക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ദൈവം തരുന്നുണ്ടല്ലോ, കുറവില്ലാതെ തരുന്നത്. ദൈവം കൊടുക്കുന്ന നന്മയുടെ രണ്ടാമത്തെ പ്രത്യേകതയാണ് അതിനകത്ത് കുറവില്ല. അതുകൊണ്ടാണ് ശേഷിച്ച 12 കൊട്ട സ്തോത്രം അപ്പം അവിടെ മിച്ചം വന്നത്. എന്തുകൊണ്ടാ? ദൈവം കൊടുത്താൽ അറ്റം പറ്റിച്ചല്ല കൊടുക്കുന്നത്. ദൈവം കൊടുത്താൽ സ്തോത്രം അഡ്ജസ്റ്റ് ചെയ്തല്ല കൊടുക്കുന്നത്. ദൈവം കൊടുക്കുന്ന നന്മ കുറവില്ലാത്തതാകും. ദൈവം കൊടുക്കുന്ന രോഗസൗഖ്യം കുറവില്ലാത്തതാകും. ദൈവം കൊടുക്കുന്ന സ്തോത്രം വിടുതൽ കുറവില്ലാത്തതാകും. ദൈവം കൊടുക്കുന്ന അഭിഷേകം കുറവില്ലാത്തതാകും. ദൈവം കൊടുക്കുന്ന ഭൗതിക നന്മ കുറവില്ലാത്തതാകും. ഇന്ന് രാത്രിയിൽ ദൈവജനമേ, ദൈവം നമുക്ക് വേണ്ടി തരുന്ന നന്മയുടെ രണ്ടാമത്തെ പ്രത്യേകത അത് കുറവില്ലാത്ത നന്മയാണ്. ഒരു നന്മയ്ക്കും കുറവില്ലാത്ത ദൈവം നമുക്ക് നൽകുവാൻ ശക്തനായ ദൈവം. സ്തോത്രം. നമ്മളൊക്കെയാണ് എല്ലാം സ്തോത്രം പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തും അങ്ങനൊക്കെ കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ ദൈവവചനം പറയുന്ന ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി കൃപാവരങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്ന ദൈവമൈതലേ, ദൈവം അതിനേക്കാൾ അധികം നൽകും. കുറവില്ല ദൈവത്തിന്റെ നന്മയ്ക്ക്. ശലോമോനോട് ചോദിച്ചേ, ശലോമോൻ പറയും, സ്തോത്രം, ഞാൻ മാത്രമേ ചോദിച്ചുള്ളൂ, പക്ഷെ എനിക്ക് ഒരു കുറവുമില്ലാതെ നന്മ നൽകിയേ. നമുക്ക് വേണ്ടി ദൈവം നൽകും. അത് ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ, ദൈവം നമുക്ക് നന്മകൾ നൽകും. അതുകൊണ്ട് ഇന്ന് രാത്രി നിരാശപ്പെടണം. നമുക്ക് വേണ്ടി ദൈവം ഒരു നന്മ ഒരുക്കിയിട്ടുണ്ട്. സ്തോത്രം. കുറവില്ലാത്തൊരു നന്മ ഒരുക്കിയിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമല്ലേ, കുറവില്ലാത്തൊരു നന്മ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി നിരാശപ്പെട്ടു പോകരുത്. സ്തോത്രം. ഈ നന്മ പ്രാപിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടുന്ന കാര്യം 34-ാം സങ്കീർത്തനം അതിന്റെ 14-15 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ദോഷം വിട്ടെന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ദൈവവചനം പറയുന്നു, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. ഈ രാത്രിയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, അങ്ങ് തരുന്ന നന്മ എനിക്ക് മതി. എനിക്ക് അങ്ങ് തരുന്ന നന്മ മതി. വാസ്തവമായി എത്ര പേർക്ക് അങ്ങനൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? സ്തോത്രം. എനിക്ക് അങ്ങ് തരുന്ന നന്മ മതി. അതിന് ലോകം എന്തു തന്നെ പറയട്ടെ, ചുറ്റുപാട് എന്തു തന്നെ പറയട്ടെ, യേശു തരുന്ന നന്മയല്ലാത്ത ഒരു നന്മയും എനിക്ക് വേണം. അഡ്ജസ്റ്റ്മെന്റിലും കോംപ്രമൈസിലും കിട്ടുന്ന ഒരു നന്മ എനിക്ക് വേണ്ട. വചനത്തിൽ കൂടെ വെളിപ്പെടുന്ന നന്മ മാത്രം എനിക്ക് മതി. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. എനിക്ക് ആ നന്മ മതി.
നേരോടെ നടക്കുന്നവർക്കുള്ള നന്മ, ദൈവത്തെ അന്വേഷിക്കുന്നവർക്കുള്ള നന്മ, ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിക്കുന്നവർക്കുള്ള നന്മ, അത് ആലയത്തിൽ നിന്ന് വെളിപ്പെടുന്ന നന്മയാണ്. അത് കുറവില്ലാത്ത നന്മയാണ്. ഒരു പക്ഷേ ഇന്ന് രാത്രിയിൽ എന്നെ മറന്നാലും, എന്റെ പേര് മറന്നാലും, നിങ്ങൾ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ മറക്കരുത്. വരും കാലഘട്ടം എന്ന് പറയുന്നത് നന്മയ്ക്ക് വേണ്ടി മാത്രം ഓടുന്ന, പ്രശസ്തി എന്ന നന്മയ്ക്ക് വേണ്ടി ഓടുന്ന ഒരു കാലഘട്ടം. എല്ലാവരും സ്വതന്ത്രം, ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ അധികം റീച്ച് കിട്ടാൻ വേണ്ടി ഓടുന്ന ഒരു, നന്മ നേടുന്ന ഒരു കാലഘട്ടം. പക്ഷെ നമുക്കതൊന്നുമല്ല വലുത്. നമുക്ക് വേണ്ടി ദൈവത്തിൽ നിന്നുള്ള നന്മയാണ്. നമുക്കാർ നന്മ കാണിക്കുമെന്ന് ചോദിക്കുന്നവരുടെ നടുവിൽ, നമുക്കാർ നന്മ കാണിക്കുമെന്ന് വെല്ലുവിളിക്കുന്നവരുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, ഉപവസിക്കുന്ന ദൈവ പൈതലെ, യഹോവ ആലയത്തിൽ ഒരു നന്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവ സാന്നിധ്യത്തിനകത്ത് ഒരു നന്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജനങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും രാവിലെ അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരുടെ വീടിന്റെ വീടിന്റെ സ്വത്രം, അവരുടെ കൂടാരത്തിന്റെ മുൻഭാഗത്ത് മഞ്ഞ് പൊഴിഞ്ഞു കിടക്കും. അവരതിനെ എടുത്ത് മഞ്ഞിനെ തട്ടി മാറ്റുമ്പോൾ മഞ്ഞിനകത്ത് പൊതിഞ്ഞ മന്ന ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നമുക്ക് വേണ്ടി ചില നന്മകൾ ഒരുക്കി ദൈവം വെച്ചിട്ടുണ്ട്. അത് ശാരീരിക സൗഖ്യം എന്ന നന്മയാകാം, അത് ശുശ്രൂഷയുടെ അഭിവൃദ്ധി എന്ന നന്മയാകാം, കൃപാവരങ്ങളെ പ്രാപിക്കുന്ന നന്മയാകാം, യേശുവിനെ കുറിച്ച് വെളിപ്പാട് പ്രാപിക്കുന്ന നന്മയാകാം. ഈ രാത്രിയിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, എനിക്കൊരു നന്മ തരണം, എനിക്കൊരു നന്മ തരണം, എനിക്ക് നന്മ കാണണം. സ്തോത്രം. ഈ രാത്രി നമുക്ക് വരണ്ട നിലങ്ങൾ മാത്രം പോരാ, നമുക്ക് ചില നീരോട്ടമുള്ള ദേശവും നമുക്ക് വേണം. നമുക്ക് ദൈവത്തോടൊന്ന് ചോദിക്കാം, കർത്താവേ, എനിക്ക് നന്മ വേണം, എനിക്ക് വേണ്ടി നന്മ വെളിപ്പെടണം. സ്തോത്രം. എനിക്ക് തെക്കേ ദേശം മാത്രം പോരാ, എനിക്ക് നീരോട്ടമുള്ള ദേശവും വേണം. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നന്മയെ തേടി നമ്മൾ ഓടണ്ട. ഞാൻ എൻ്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കും, ഞാൻ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കും, ഞാൻ ദൈവിക ബോധ്യത്തിൽ ജീവിക്കും, ദൈവിക ബന്ധത്തിൽ ഞാൻ ജീവിക്കും. എനിക്ക് വേണ്ടി ദൈവമേ ഒരു നന്മ ഒരുക്കണം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് പറഞ്ഞാട്ടെ. അതരം തുറന്നെന്ന് പറഞ്ഞേ, ഞാൻ പാർക്കുന്ന പട്ടണത്തിൽ, ഞാൻ വസിക്കുന്ന ദേശത്തിൽ, ഞാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ യേശുവിന്റെ നന്മ ഞാൻ കാണും, യേശുവിന്റെ നന്മ കാണും. നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചതുപോലെ, സ്തോത്രം, ഹിന്ദുസ്വസി മീറ്റിംഗ് ഒക്കെ നടക്കുന്ന വല്ല നന്മയും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. സ്തോത്രം. ഞാനൊരു കാര്യം പറയുന്നു, ഈ മീറ്റിങ്ങിന് ഇങ്ങനെ നിങ്ങൾ പങ്കെടുക്കുന്നത് എന്താ നന്മയെന്ന് ചോദിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില നന്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് പൊതിഞ്ഞ മഞ്ഞിനകത്ത് പൊതിഞ്ഞതുപോലെ ഇന്ന് കണ്ടില്ലെങ്കിലും വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. സൂര്യൻ ഉദിക്കുമ്പോൾ ആ മഞ്ഞുരുകി മാറുമ്പോൾ അതിനകത്ത് മഞ്ഞ പുറത്തു വരുന്നത് പോലെ ഈ രാത്രി നമുക്ക് വേണ്ടി ഒരു അനുഗ്രഹത്തിന്റെ വഴി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഒരു നന്മയുടെ ഉറവ നമുക്ക് തുറന്നിട്ടുണ്ട്. ഒരു നന്മ കാണാതെ നമ്മുടെ ജീവിതം അവസാനിക്കത്തില്ല. തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാക്കളെ, കുഞ്ഞുങ്ങളുടെ ഭാവി എന്ന നന്മ കാണാൻ ആഗ്രഹിക്കുന്ന ദൈവമേ, നമുക്ക് വേണ്ടി ദൈവം ആ നന്മ വെളിപ്പെടുത്താതിരിക്കത്തില്ല. നമുക്ക് നേരോടെയും വിശ്വസ്തയോടെയും ദൈവത്തെ അന്വേഷിച്ചോ ദൈവം മുമ്പാകെ നന്മ കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. നന്മ കാണിക്കുന്ന ദൈവം, നന്മ വെളിപ്പെടുത്തുന്ന ദൈവം, ആ യേശുവിന്റെ കരത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. സ്തോത്രം. ഒരു പക്ഷേ ഇന്ന് രാത്രിയിൽ ചിലരൊക്കെ ചിന്തിക്കാൻ എന്ന വ്യക്തിപരമായിട്ടുള്ള ദൂതുകളൊന്നുമില്ല എന്ന്. ദൈവം നമ്മളോട് ഇടപെടുന്നതാണ്. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നന്മ നമ്മൾ കാണും, യേശുവിന്റെ നന്മ നമ്മൾ കാണും, യേശുവിന്റെ നന്മ നമ്മൾ കാണും. ആലയത്തിൽ കൂടെയുള്ള നന്മ, കുറവില്ലാത്ത നന്മ. ചിലരൊക്കെ നന്മ ചെയ്യാൻ കൈനീട്ടിയിട്ട് കൈവലിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒത്തിരി അനുഭവമുണ്ട്. പറഞ്ഞവരൊക്കെ വാക്കുമാറിയപ്പോൾ, വാക്ക് പറഞ്ഞ് കൈകുലുക്കിയവരൊക്കെ
സ്തോത്രം, മുഖം തിരിച്ച് നടന്നപ്പോൾ നന്മ കാണിക്കാൻ ദൈവം ഒരാളുണ്ട്. ആ ദൈവം നമുക്ക് നന്മ കാണിക്കാതിരിക്കട്ടെ. ആ വിശ്വാസത്തോടെ ഇന്ന് രാത്രി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, യാദൃശ്യമെങ്കിലും ഈ മീറ്റിങ്ങിനകത്ത് കയറിയപ്പോൾ ദൈവം നൽകിയ സന്ദേശം ജനത്തോട് ദൈവം ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യും. ഈ വചനത്തിന്റെ ശക്തി വ്യക്തികളിൽ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രിയിൽ അവരോട് ഇടപെട്ടുകൊണ്ടിരിക്കട്ടെ. അതിനായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവപ്രവർത്തികളിൽ എല്ലാ മഹത്വം അങ്ങേക്ക്. ഈ ശുശ്രൂഷകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. വരും ദിവസങ്ങളിൽ ഓരോരുത്തരുടെയും ശുശ്രൂഷകൾക്ക് തടസ്സമുണ്ടാകാതവർ, നെറ്റിന്റെ പ്രോബ്ലമോ പ്രകൃതിയുടെ കർത്താവ് ബുദ്ധിമുട്ടുകളോ മറ്റു യാതൊരു സാങ്കേതിക തടസ്സങ്ങളോ ഇല്ലാതെ ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി ശുശ്രൂഷിക്കുവാൻ അഭിഷക്തന്മാരെ ശക്തമായി ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. എല്ലാ മഹത്വവും അങ്ങേക്ക് അർപ്പിക്കും, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം.